ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദറസ് ഓഡിയോ നമ്പർ 67. അപ്പോൾ ബാബു മാ ജാ ഫി റുഖ വ തമായിം, റുഖിയ, തമായിം, തമീമത്തുകൾ ഇവ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അധ്യായം അത് തുടർന്ന് പറയണം. അപ്പോൾ ആ അധ്യായത്തിൻ്റെ ഷറഹാണ് ഇനി പറയുന്നത്. അധ്യായത്തിലെ ഉള്ളടക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഖാൽ ഷെയ്ഖു റഹിമഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർ പറഞ്ഞു, ബാബു മാ ജാ ഫി റുഖ വ തമായിം, അധ്യായത്തിൻ്റെ പേര് റുഖയയിലും തമീമത്തുകളിലും വന്നിട്ടുള്ളത് സംബന്ധിച്ച അധ്യായം. അതായത് മാ ജാ അനി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅനി സ്വഹാബത്തി വത്താബിഈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബാക്കളിൽ നിന്നും താബികളിൽ നിന്നും വന്നിട്ടുള്ളത്, മിനൽ അഹാദീസി, ഹദീസുകളിൽ നിന്നും വല്ല ആസാരി അസറുകളിൽ നിന്നും, ഫിൻ നഹി അനി റുഖ വ തമായിം, റുഖയ തമീമത്തുകൾ ഇതിലെ നിരോധനം സംബന്ധിച്ച്. ഹാദൽ ബാബു മുനാസബത്തുഹു ലിമാ ഖബലഹു, ഇത് ഈ അധ്യായം ഇതിൻ്റെ മുമ്പുള്ള അധ്യായവുമായി ബന്ധപ്പെട്ടതാണ്, ചേർന്നതാണ്. വഹു, അതെന്താണ്? കഴിഞ്ഞ അധ്യായം ബാബു മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, ഒരു ആപത്ത്, വിപത്ത്, തിന്മ ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ തടയുന്നതിനോ ഹൽഖത്ത് വളയം, ഖൈത്ത് ചരട് പോലുള്ള കാര്യങ്ങൾ ധരിക്കുക, ഏലസ് പോലുള്ളത് ധരിക്കുന്നത് ഷിർക്കാണ് എന്നത് സംബന്ധിച്ച അധ്യായം. ഇതായിരുന്നു മുൻ അധ്യായം. അന്ന ഹാദൽ ബാബ മുക്കമ്മിലുൻ ലിൽ ബാബില്ലദീ ഖബല, അപ്പോൾ ഈ ബാബ് ഇപ്പോൾ പറയുന്ന ബാബു മാ ജാ ഫി റുഖ വ തമായിം, ഇതിന് മുമ്പുള്ളതിനെ പൂർത്തീകരിക്കുന്ന ബാബാണ്. ലിഅന്നഹു ദക്കറ അൻവാഅൻ ഉഖ്റ മുക്കമ്മിലത്തുൻ ലിമാ ദുക്കിറ ഫിൽ ബാബില്ലദീ ഖബല, മുൻ പറഞ്ഞ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടതിനോട് വേറെ ചില ഇനങ്ങൾ കൂടി ഇതിൽ പരാമർശിച്ചിരിക്കുകയാണ്. വലക്കിന്നൽ ബാബല്ലദീ ഖബലഹു സ്വറഹ ഷെയ്ഖു ഫി തർജമതിഹി ബി അന്ന ലുബ്സൽ ഹൽഖത്തി വൽ ഖൈത്തി മിനശ്ശിർക്കി, പക്ഷേ മുൻ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ അവർ വളയം, ഹൽഖത്ത്, ഏലസ്, പിന്നെ ഹൽഖത്ത്, അതേപോലെ ഖൈത്ത് ഇത് ധരിക്കൽ ഷിർക്കാണ് എന്ന് വ്യക്തമാക്കി സ്വരീഹായി പറഞ്ഞു. അമ്മാ ഹുന ഫലം യുസരിഹ്, ഇവിടെയാകട്ടെ വ്യക്തമാക്കി പറഞ്ഞില്ല. ബാബു ബൽ ഖാല മാ ജാ ഫി റുഖ വ തമായിം, റുഖ തമായിം ഇവയിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. വഹാദ മിൻ ദിഖ്ഖത്തി ഫിഖ്ഹിഹി വ മഅരിഫത്തിഹി റഹിമഹുല്ലാ, ഇത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ഗ്രാഹ്യതയുടെയും ഡെപ്ത്, അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യത്തെ, അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. فإنه إذا كان الحكم واضحا منصوصا عليه في الحديث ذكره في الترجمة. അപ്പോൾ ഹുക്ം, വിധി വ്യക്തമായി നസ്സായിട്ട് വന്നതാണെങ്കിൽ അത് തർജമയിൽ ടൈറ്റിൽ പറയും. ഇതാ കാനൽ ഹുക്ം ഫിഹി തഫ്സീലുൻ, എന്നാൽ ഹുക്മിനെ സംബന്ധിച്ച് അതിൽ തഫ്സീലുണ്ട്, അത് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്, അതിന് വ്യാഖ്യാന സാധ്യതകളുണ്ടെങ്കിൽ ഔ ഫിഹി ഇഹ്തിമാൽ പറഞ്ഞാൽ ഒരു നളർ അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഫഇന്നഹു ലാ യജ്സിമു ഫി തർജമ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈറ്റിൽ അത് ഉൾപ്പെടുത്തൂല, ഖണ്ഡിതമായിട്ട് പറയില്ല. വൈനമാ യൂരിദുൽ അദില്ലത ഫിൽ ബാബി, അധ്യായത്തിൽ തെളിവുകൾ കൊണ്ടുവരിക ചെയ്യുക. വയുഖദു മിൻഹ അൽ ഹുക്മു മുഫസ്സല, അതിൽ നിന്ന് വിശദമായിട്ട് വിധി എടുക്കാം എന്നതാണ്. അതേപോലെ ഫഹാദാ മിൻ ദിഖ്ഖത്തി ഫിഖ്ഹിഹി റഹിമഹുല്ലാ വശിദ്ദതി തവർറുഇഹി അൻ ഇത്ലാഖിൽ അഹ്കാമി, അപ്പോൾ ഹുക്മുകൾ പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യതയിലുള്ള ഡെപ്ത്, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. മിമ്മാ യുറബ്ബി ഫി ത്വലബത്തിൽ ഇൽമി ഹാദിഹിൽ ഖസ്ലത്ത് ത്വയ്യിബ വഹിയ അന്നഹും യതവർറഊന ഫി ഇത്ലാഖിൽ അഹ്കാമി വയതസബ്ബതൂന ഫിഹാ ലിഅന്നൽ അംറ ഖതീറുൻ ജിദ്ദൻ, ഇത് കാര്യം വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൂക്ഷ്മത പാലിച്ച് പറഞ്ഞതാണ് എന്ന്. ഖൗലുഹു അൻ അബി ബഷീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇവിടെ ഒരു ഹദീസ് പറഞ്ഞല്ലോ, ആ ഹദീസ് അബൂ ബഷീർ അൽ അൻസാരി എന്ന സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു. ഹക്കദാ കാന മഷ്ഹൂറൻ ബി കുന്യത്തി, അദ്ദേഹത്തിൻ്റെ കുന്യത്ത് ഈ നിക്നെയിം പ്രകാരമാണ് അറിയപ്പെട്ടത്. വലം യുറഫ് ലഹു ഇസ്മുൻ കമാ ഖാല ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇസ്മ നാമം എന്താണെന്ന്
പേര് ശരിക്കുള്ള പേരെന്താണെന്ന് അറിയപ്പെട്ടില്ല. അന്നഹു കാന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചില യാത്രകളിൽ ഒരു യാത്രയിലായിരുന്നു. ലം യുഅയ്യൻ ഹാദ സഫർ, ഈ യാത്ര ഏത് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലം അഖിഫ് അലാ തഅയ്യിനിഹി, അത് ഏത് യാത്രയാണ് നിർണ്ണയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ. ഫഅർസല റസൂലൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ അയച്ചു. ഐ മന്ദൂബൻ, അതായത് നബിയുടെ ഒരു പ്രതിനിധിയെ, റെപ്രസെൻറ്റേറ്റീവ്. അല്ലാ യബ്ഖയന്ന ഫീ റഖബത്തി ബഈരിൻ ഖിലാദത്തൻ, യബ്ഖയന്ന എന്നൂടെ പറഞ്ഞ് മുഅക്കദും ബിനൂനി തഅക്കീദി സഖീല, സഖീലാന ഇന്ന എന്നുള്ള നൂന് കൊണ്ട് ശക്തിയാക്കപ്പെട്ട സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. ഖിലാദത്ത് എന്നുള്ള അതിൻ്റെ ഫായിലാണ്. അല്ലാ യബ്ഖയന്ന ഫീ റഖബത്തി ബഈരിൻ, ഒരു ബഈർ ഒട്ടകത്തിൻ്റെയും പിന്നെ പിരടിയിൽ അവശേഷിപ്പിക്കരുത് തീരെ, സ്ട്രെസ് ചെയ്ത് പറയാം. ഖിലാദത്തുൻ, നെക്ലേസ് അവശേഷിപ്പിക്കരുത്. കാനു ഫിൽ ജാഹിലിയത്തി യുഅല്ലിഖൂനൽ ഖലാഇദ അലാ റിഖാബിൽ ഇബ്ൽ, ഒട്ടകങ്ങളുടെ പിരടിയിൽ, കഴുത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? ഖലാഇദ്, നെക്ലേസ്, വളയങ്ങൾ ഇട്ടിരുന്നു. എന്തിനായിരുന്നത്? യഅ്തഖിദൂന, അവർ വിശ്വസിച്ചിരുന്നു, അന്ന ദാലിക യദ്ഫഉ, അത് തടയും എന്ന്, അൻഹ അൽ ഐന വദ്ദറർ, കണ്ണേറും അതേപോലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഒട്ടകത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് അത് തടയുമെന്നാണ് അവരുടെ വിശ്വാസം. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ അൻ യുസീല ഹാദിഹിൽ ആദത്തൽ ജാഹിലിയ, ഈ ജാഹിലിയ രീതി നീക്കം ചെയ്യാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. വയുഖർറിറ അത്തൗഹീദ, തൗഹീദ് സ്ഥിരപ്പെടുത്താനും. വൽ ഖിലാദത്തു മാ അഹാത ബിൽ ഉനുഖി, പിരടിയിൽ ചുറ്റി ഇടുന്നതാണ് എന്ത്? ഖിലാദത്ത്, നെക്ലേസ് എന്ന് പറയുന്ന സാധനം. വൽ വത്തർ എന്ന് പറഞ്ഞ സാധനം ബി ഫത്തഹിൽ വാവിന് ഫത്തഹ്. വൽ മുറാദു ബിഹി വത്തറുൽ ഖൗസ്, ഖൗസിൻ്റെ വത്തറാണ്. ഖൗസ് എന്ന് പറഞ്ഞാൽ വില്ലാണ്, വില്ല്. വൽ ഖൗസു ആലത്തുൻ കാനു യർമൂന ബിഹ അസിയഹ, അമ്പ് എറിഞ്ഞിരുന്ന ഒരു ഉപകരണമാണ് വില്ല് എന്ന് പറഞ്ഞ സാധനം. കാനു ഫിൽ ജാഹിലിയത്തി ഇദാ അഖ്ലഖ അൽ വത്തറു അഖദുഹു അല്ലഖുഹു അലാ റിഖാബി ദവാബ്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന രീതി എന്താണ്? ഒരു ഒരു വില്ല് കേടായി കഴിഞ്ഞാൽ അത് എടുത്തിട്ട് അത് അവരെന്ത് ചെയ്യും? ഒട്ടകത്തിൻ്റെയൊക്കെ കഴുത്തിൽ കെട്ടും, ബന്ധിക്കും. അബദ്ധരൂപി വത്തറിൻ ജദീദ്, എന്നിട്ട് അവരാവശ്യത്തിന് എന്ത് ചെയ്യും? പുതിയ വില്ല് വാങ്ങും, പകരം ഉണ്ടാക്കും. യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നു, അന്ന ഹാദൽ വത്തറൽ ഖദീമ അല്ലദീ ഇസ്തഅമല, ഉപയോഗിക്കപ്പെട്ട ഈ പഴയ വത്തറുണ്ടല്ലോ, പഴയ വില്ല്, അത് സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്താണ്? വറുമിയ ബിഹി, അതുകൊണ്ട് എറിയപ്പെടുകയും ചെയ്തിട്ട് അവരുപയോഗിച്ച സാധനം അന്നഹു യദ്ഫഉൽ ഐന അനിൽ ഇബിൽ, ഈ ഒട്ടകത്തിന് കണ്ണേർ തട്ടാതിരിക്കാൻ അത് പറ്റും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. വ ഖൗലുഹു, ഇവിടെ ഹദീസിൽ ഔ ഖിലാദത്ത് മിൻ വത്തർ അല്ലെ ഖിലാദത്ത് എങ്ങനെ പറഞ്ഞു? ഹാദ ഷിക്കു മിൻ റാബി. അപ്പോൾ റിപ്പോർട്ടറുടെ സംശയമാണത്. ഒന്നുകിൽ നബി പറഞ്ഞ ഖിലാദത്ത് മിൻ വത്തർ, ചരട് കൊണ്ടുള്ള നെക്ലേസ് എന്നാണ്, അതല്ലെങ്കിൽ ഖിലാദ മുത്തലക്കായിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഹരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖിലാദത്തു മിൻ വത്തർ ഔ ഖാല ഖിലാദത്തു മുത്തലഖ സവാഉൻ കാനത്ത് മിൻ വത്തറിൻ ഔ മിൻ ഗൈരിഹി വഹാദാ മിൻ ദിഖ്ഖതിഹിം റളിയല്ലാഹു അൻഹും ഫി റിവായത്തി. സഹാബാക്കളുടെ ദിഖ്ഖത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടിങ്ങിൽ. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ലെങ്കിൽ അവർ അത് ഔ എന്നുള്ള അല്ലെങ്കിൽ എന്ന പ്രയോഗം വെച്ചിട്ട് പറയണം. അപ്പോൾ ഇത് ഏതാണെങ്കിലും സമാണ്. വഅലാ കുല്ലി ഹാലിൻ, ഏത് അവസ്ഥയിലും, ഫി ദലീലുൻ അലാ മൻഇഷ് ഹാദ ഷൈഇ മിൻ അയ്യി നൗഇൻ കാന, ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ഇത്തരത്തിലുള്ള സംഗതി അത് തടയണം. സവാഉൻ കാന മിൻ വതരിൻ ഔ മിൻ ഗൈരിഹി, അത് ചരട് കൊണ്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും അല്ലാത്തതാണെങ്കിലും. മാദാമ അന്നൽ മഖ്സൂദ മിൻഹു അഖീദത്തുൻ ഫാസിദ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഫാസിദായിട്ടുള്ള, മോശമായിട്ടുള്ള, ബാത്തിലായിട്ടുള്ള അഖീദയാണ്, വിശ്വാസമാണെങ്കിൽ. ഹത്താ വലൗ കാന മിന സുയൂരി ഔ മിനൽ ഖുയൂത്ത്, ചരടുകളാണെങ്കിലും വളകളാണെങ്കിലും ഒക്കെ. ഔ മിനൽ ഖുറൂസ് ആണെങ്കിലും ഔ മിൻ ഗൈരി ദാലിക്, അല്ലാത്തതാണെങ്കിലും. കുല്ലു ഖിലാദത്തിൻ യഖ്സദു ബിഹാ ഹാദൽ മഖ്സദ ഷിർക്കിയ ഫഹിയ മംനൂഅ. അപ്പോൾ ഇങ്ങനെ ഷിർക്കിയായിട്ടുള്ള ഉദ്ദേശം ഉള്ള സംഗതിയൊക്കെ അതൊക്കെ തടയപ്പെട്ടതാണ്. അമ്മൽ ഖലാഇലത്തുല്ലത്തി ലാ യഖ്സദു മിൻഹാ മഖ്സദുൻ ഷിർക്കിയുൻ, ഇനി ഷിർക്കിയായ ഉദ്ദേശമൊന്നുമില്ല, ചിലപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഈ നെക്ലേസ് കെട്ടും, അത് ആണെങ്കിൽ അതിന് പ്രശ്നമില്ല. മിസ്ല ഖലാദിൽ ഹദി അല്ലദി യുഹ്ദാ ലിൽ ബൈത്തിൽ അത്തീഖ്,
ഫലാ ഹറജ ഫിഹ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. ഇല്ലാ കുത്തിയാച്ച്, അപ്പോൾ അത് മുറിക്കപ്പെടാതിരിക്കരുത്, അവശേഷിക്കരുത് പറഞ്ഞാൽ മുറിക്കണം എന്നർത്ഥം, അറുത്ത് മാറ്റണം. ഹാദാ ഫി ഇസാലത്തുൽ മുൻകർ, ഇവിടെ വെറുക്കപ്പെട്ട കാര്യം, ഹറാമായ കാര്യം, നിഷിദ്ധമായത് നീക്കുക എന്നതിന് തെളിവുണ്ട്. വലാസിയമ ഇതാക്കാന ഹാദൽ മുൻകർ ഫിൽ അഖീദ, പ്രത്യേകിച്ച് ഈ മുൻകറായ പ്രവൃത്തി അത് അഖീദയിലുള്ളതാണെങ്കിൽ ഇന്ന ഇസാലത്തുഹു മുതഅക്കദ, അപ്പോൾ അത് നീക്കം ചെയ്യുക എന്നത് കൂടി സ്ട്രെസ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. വഫി, ഈ ഹദീസിലുണ്ട് അന്നൽ ഹാക്കിമ അവിൽ ഇമാമ യുർസിലു നവ്വാബൻ അൻഹു ഫി ഇസാലത്തുൽ മുൻകർ. അപ്പോൾ നിഷിദ്ധമായൊരു സംഗതി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഇമാമിന് നവ്വാബിങ്ങളെ അയക്കാം. നവ്വാബ് നായിബിൻ്റെ ജമ്മാണ്, അസിസ്റ്റൻസ് പകരക്കാരയക്കാം. വലൈസമിൻ ഷർത്തി ദാലിക അൻ യുബാഷിറഹു ബിനഫ്സി, അയാൾ സ്വയം തന്നെ അത് പോയി നീക്കം ചെയ്യണം നിർബന്ധമല്ല, അങ്ങനെ നിബന്ധനല്ല. അഷാഹിദ് മിനൽ ഹദീസ്, ഈ ഹദീസിൽ നിന്നുള്ള സാക്ഷ്യം തഹരീം അഖദിൽ ഖലായിദി അല ദവാബ്, മൃഗങ്ങൾക്ക് ഇങ്ങനെ നെക്ലേസ് കെട്ടൽ ഹറാമാണെന്നുള്ളത്. എങ്ങനെ? ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നെക്ലേസ് കെട്ടലാണ് പറയുന്നത്. അതുപോലെ ആദമീയീന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ബി കസ്തി അന്നതാരിക്ക് എദ്ഫാഉൽ ഐന, അത് കണ്ണേറ് തടയും എന്ന ഉദ്ദേശത്തിൽ. ഈ അനുഹുല എദ്ഫാഉൽ ദററ, കാരണം എന്താണ്? ആ നെക്ലേസിന്, വളയത്തിന്, ചരടിന് അതിനെന്ത് ഉപദ്രവം തടയാൻ കഴിയില്ല. വലാ എദ്ഫാഉഹു ഇല്ലല്ലാ സുബ്ഹാനഹു വതആല, ബുദ്ധിമുട്ട് തടയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. വലൈസത്തിൽ ഖലായിദു ഹിയല്ലതി തദ്ഫഉൽ ദററ, ഈ നെക്ലേസുകൾ, വളയങ്ങളല്ല എന്ത് ബുദ്ധിമുട്ടുകൾ തടയുന്നത്. ഔ തജ്രിബുൻ നഫ്അ, അല്ലെങ്കിൽ ഉപകാരം വരുത്തുന്നത്. വലൈസത്ത് സബബൻ ഫി ദാലിക, ആ വിഷയത്തിൽ അത് ഒരു സബബ് അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമല്ല. വൈന്നമാ ഹാദാ ബിയദില്ലാഹി സുബ്ഹാനഹു വതആല, ഉപകാരമാട്ടെ ഉപദ്രവമാട്ടെ അള്ളാഹുവിൻ്റെ കൈക്കാണ്. അള്ളാഹു പറയുന്നു وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يُرِدْكَ بِخَيْرٍ فَلَا رَادَّ لِفَضْلِهِ يُصِيبُ بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمُ. وَإِن يَمْسَسْكَ اللَّهُ, അള്ളാഹു നിനക്ക് ബാധിപ്പിച്ചാൽ, ബിദുരിൻ, ഒരു വിപത്ത്, ബുദ്ധിമുട്ട്, പ്രയാസം, ഫലാ കാശിഫ ലഹു, അത് കഷ്ഫാക്കുന്ന, അത് തുറവടിയാക്കുന്ന, അത് ഇല്ലാതാക്കുന്ന ആരുമില്ല, ഇല്ലാഹു, അവനല്ലാതെ. വഇയ്യരുദക ബിഖൈറിൻ, എന്നെ കൊണ്ട് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ, അവനൊരു നന്മ ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്തെ തടയുന്ന ആരുമില്ല. യുസീബു ബിഹി മൻ യശാ, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നവർക്ക് അത് എത്തും, കിട്ടും, ബാധിക്കും. മിൻ ഇബാദി, അവൻ്റെ അടിമകളിൽ നിന്ന്. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ എല്ലാം പൊറുക്കുന്നവനും, വളരെയധികം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നവൻ. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസല ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ, അല്ലാഹു മനുഷ്യർക്ക് ഒരു ഉപകാരം, ഒരു അനുഗ്രഹം തുറന്ന് ഇടുകയാണെങ്കിൽ, ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു വെക്കുന്ന ആരുമില്ല. വമാ യുംസിക്, ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. വമാ യുംസിക്, അവൻ പിടിച്ചു വെച്ചത്, അള്ളാഹു ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഒരു ഉപകാരം, ഒരു അനുഗ്രഹം പിടിച്ചു വെച്ചത്, ഫലാ മുർസല ലഹു, അതിനെ അയച്ചു വിടാനും ആരുമില്ല, മിൻ ബഅദിഹി, അവനക്ക് ശേഷം, അവനല്ലാതെ. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലി യുക്തജ്ഞനുമാകുന്നു. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്? അവർ, അള്ളാഹു അല്ലാതെ. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അപ്പോൾ അള്ളാഹു എന്നെക്കൊണ്ട് എനിക്ക് ഒരു വിപത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നബിയോട് അള്ളാഹു പറയാൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ആ വിപത്ത് തുറവടിയാക്കാൻ, അതില്ലാതാക്കാൻ, അത് ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പങ്കാളികൾക്ക്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആരോടാണ് ഇസ്തിആസ ചെയ്യുന്നത്, അവർക്ക് കഴിയോ? ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ എനിക്ക് അവൻ അള്ളാഹു ഒരു അനുഗ്രഹം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, അവൻ്റെ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ അവർക്ക് കഴിയോ? നിങ്ങൾ ഇസ്തിആസ ചെയ്യുന്ന, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർ. ഖുൽ, നബിയെ പറയാ, ഹസ്ബി അല്ലാഹ്, അള്ളാഹു മതി,
അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. ഇനി അടുത്ത ഹദീസിൻ്റെ വിശദീകരണം. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അദ്ദേഹം പറഞ്ഞു, ആര്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ബിൻ ഗാഫിൽ അൽ ഹുദരി അസ്സഹാബി അൽ ജലീൽ. അദ്ദേഹം മഹാനായ ഒരു സഹാബിയാണ്. മിൻ അയിമ്മത്തിൽ ഇൽമിൽ മഅറൂഫീന ബിസ്സഹാബ, സഹാബാക്കൾ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ മാമൂലിൽപ്പെട്ട ആളാണ്. വമിൻ അഷ്ഹുരിൽ ഖുറാഇ ലി കിതാബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രമുഖ കാരികളിൽ ഒരാളാണ്. വഹുവ അല്ലദീ അഅജബ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖിറാഅത്തിഹി, അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബായത്. وقال النبي صلى الله عليه وسلم من أراد أن يسمع القرآن غلا طرية كما أنزله فليسمع إلى قراءة ابن أم عبد. ആർക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ ഫ്രഷായിട്ട് നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ കേൾക്കാൻ ആരുദ്ദേശിക്കുന്നുവോ അവൻ ഇബ്നു ഉമ്മി അബ്ദിൻ്റെ, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഖിറാഅത്ത് പാരായണം കേൾക്കട്ടെ എന്ന്. വഖദ് അമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖറഅ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കൽപ്പിച്ചിരുന്നു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ അഖറഉ അലൈക വഅലൈക ഉൻസിൽ, ഞാൻ എങ്ങനെ അള്ളാഹുവിൻ്റെ കിതാബ് താങ്കൾക്ക് ഓതിത്തരും? താങ്കൾക്കാണല്ലോ അത് അവതരിപ്പിക്കപ്പെട്ടത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ അല്ലാത്തവരിൽ നിന്ന് അതൊന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖാല അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖറഅതു അലൈഹി മിൻ അവ്വലി സൂറത്തിൻ നിസാഇ ഹത്താ ബലഗത് ഖൗലഹു തആല ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. സൂറത്തുൻ നിസാ 41-ാമത്തെ ആയത്ത് വരെ എത്തിയപ്പോൾ എന്താണ് ആയത്ത്? എല്ലാ ഉമ്മത്തുകളിൽ നിന്നും ഞാൻ സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ഈ കൂട്ടർക്ക്, താങ്കളുടെ ഉമ്മത്തിന് സാക്ഷിയായി താങ്കളെയും കൊണ്ടുവരുമ്പോൾ എന്ന ഭാഗമെത്തിയപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക്, മതി എന്ന് പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫൽതഫ്തു ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഐനാഹു തദ്റുഫാൻ. ഫൽതഫത് ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു എന്ന്. വഷാഹിദു മിൻ ഹാദാ, ഈ ഹദീസിൽ നിന്നുള്ള സാക്ഷ്യം ഫളീലത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠത. വകാന മിൻ ഔഇയത്തിൽ ഇൽം, ഇൽമിൻ്റെ നിറകുടങ്ങളിൽ പെട്ട ആളായിരുന്നു. വകാന ലഹു റിവായത്തുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വകാന മുഫ്തിയൻ മിൻ മഷാഹിരിൽ മുഫ്തിയൻ മിൻ അസ്സഹാബ, സഹാബാക്കളിൽപ്പെട്ട പ്രസിദ്ധരായ മുഫ്തികളിൽപ്പെട്ട മുഫ്തി ആയിരുന്നു. വകാന യഖാലു ലഹു സാഹിബുസ് സിവാദ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ലിഅന്നഹു കാന യഹ്മിലുന അലയ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെരുപ്പുകൾ വഹിച്ചിരുന്നു അദ്ദേഹം. അതുകൊണ്ട് വഫളായിലുഹു കസീറത്തുൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളമാണ്. വകാന മിനസ് സാബിഖീനൽ അവ്വലീൻ, അദ്ദേഹം സാബിഖൂനൽ അവ്വലൂൻ, മുൻകടന്ന ആളുകളിൽ, ആദ്യകാലത്ത് മുൻകടന്ന വിജയികളിൽപ്പെട്ട ആളായിരുന്നു. വഫീ ബഅദിൽ അസ്ഫാർ, ചില യാത്രകളിൽ, ഒരു യാത്രയിൽ, അൻഹു സഅദ ഷജറത്തൻ വകാന നഹീരൻ, അങ്ങനെ ഒരു യാത്രയിൽ അദ്ദേഹം മരത്തിൽ കയറി. അദ്ദേഹം വളരെ മെലിഞ്ഞ സ്കെൽട്ടായ ആളായിരുന്നു. ഫനളറ സ്വഹാബത്തു ഇലാ സാഖൈഹി ദഖീഖതൈൻ, വളരെ എല്ല് പോലുള്ള വെറും സ്കെൽട്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ സഹാബാക്കൾ നോക്കിയിട്ട് ഫളഹിക്കു, അവർ ചിരിച്ചു. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തളഹകുന മിൻ ദിഖത്തി സാഖൈ, അദ്ദേഹത്തിൻ്റെ രണ്ട് കണങ്കാലുകളിൽ അതിൻ്റെ വീക്ക്നെസ്, അല്ലെങ്കിൽ അത് ചെറുതാണ്, തടിയില്ല എന്നതുകൊണ്ട് നിങ്ങൾ ചിരിക്കണം. ലഹുമാ ഫിൽ മീസാനി അസ്ഖലും മിൻ ജബൽ ഉഹദ്, മീസാനിൽ അതിന് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ട് എന്ന്. സബബു ദിക്രി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഹാദിൽ ഹദീസ്, അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പരാമർശിക്കാണ്ടായ കാരണം എന്താണ്? അന്നഹു റഅ അല ഇംറഅതിഹി സൈനബ റളിയല്ലാഹു അൻഹാ ഖൈതൻ ഫി ഉനുഖിഹാ, സൈനബ് റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ പിരടിയിൽ, കഴുത്തിൽ
ഒരു ചരട് കണ്ടു അദ്ദേഹം. വഖാല ല അൻതും യാ ആല അബ്ദില്ലാ അഗ്നിയാ മിന ഷിർക്ക്, ഷിർക്കിൽ നിന്ന് അബ്ദുല്ലാൻ്റെ കുടുംബം മുക്തരാണ്. ഖാലത്ത്, അവർ പറഞ്ഞു, ഇന്ന ഐനി കാനത്ത് തത്റുഫു, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകണ്. ഫഅദ്ഹബ് ഇലാ ഫുലാനിൽ യഹൂദി, അപ്പം ഞാൻ യഹൂദി ആയ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്നു. ഫയർഖഹ, അപ്പോൾ അയാൾ എനിക്ക് മന്ത്രിക്കും, റുഖയാണ് ചെയ്തത്. ഫതകുഫ്, അപ്പോൾ അത് അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ഒരിക്കണ അസുഖം ഇല്ലാതാവും, സ്റ്റോപ്പാവും. ഖാല റളിയല്ലാഹു അൻഹു, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ദാലിക ശൈത്താൻ യൻഖസുഹാ ബികഫി, ഷെയ്ത്താനാണ് ചെയ്യുന്നത്. ഷെയ്ത്താൻ എന്ത് ചെയ്യാണ്, ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പ്രിക്ക് ചെയ്ത് ഇല്ല. അപ്പോൾ അത് ഈ മന്ത്രം നടത്തുമ്പം ഷെയ്ത്താൻ എന്ത് ചെയ്യാണ്, അത് നിർത്തുക എന്നുള്ളത്. ആത്യന്തികമായിട്ട് നിർത്തുന്ന അള്ളാഹുവാണ്. ഷെയ്ത്താനെ കൊണ്ട് പല കാര്യങ്ങളും, പല ഉപദ്രവങ്ങളും, പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഫൈദാ റുഖിയ കഫ, അപ്പോൾ അതിന് മന്ത്രം ചെല്ലുമ്പോൾ അത് നിൽക്കുകയാണ് എന്ന്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് മൂലം പിന്നെ അത് നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല. ഷറ അനുവദിച്ച മന്ത്രം മാത്രമേ പാടുള്ളൂ, ഷിർക്കിൻ്റെ മന്ത്രങ്ങളൊന്നും പാടില്ല. തുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റുഖ വത്തമാഇമ തിവലത ഷിർക്ക്, റുഖ തമീമത്ത് തിവലത്ത് ഇതൊക്കെ ഷിർക്ക് ആണ് എന്ന്, ഇതൊക്കെ ഷിർക്കിൽപ്പെട്ടതാണ് എന്ന്. ഫഹുവ ലമ്മ ഖത ഹാദൽ ഖൈത, അങ്ങനെ ഈ ചരട് മുറിച്ചപ്പോൾ ഖത അൻകറ അലാ സൗജതി ഹാദൽ ഫിഅൽ, ഈ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായതിന് അദ്ദേഹം ഇൻകാർ ചെയ്തപ്പോൾ, ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ, ദക്കറ ദലീല മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഹദീസ് അദ്ദേഹം തെളിവായിട്ട് പറഞ്ഞു, ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ഷിർക്ക് എന്ന്. വസയത്തി തഫ്സീറു ഹാദിസ് സലാത്ത്, ഈ മൂന്നിൻ്റെ തഫ്സീർ പിന്നീട്